എല്ലാവർക്കും നമസ്കാരം. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൽ ഫ്ലവർ ഹൗസ് സീസൺ 3 എന്ന് പേരിട്ടുകൊണ്ട് ഫ്ലവർ ഹൗസ് 1, 2, 3, 4, 5 എന്നീ 5 വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ വീഡിയോയാണിത്, ഫ്ലവർ ഹൗസ് 1. പ്ലാന്റ്സുകൾ നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുള്ള, നല്ലപോലെ കെയർ ചെയ്യുന്ന ഒരു ഗാർഡന് 5 അഡീനിയം പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. ഫ്ലവർ ഹൗസ് സീസൺ 3യിലെ 5ാമത്തെ വീഡിയോ, അതായത് ഫ്ലവർ ഹൗസ് 5 എന്ന വീഡിയോ ചെയ്തതിന് ശേഷം ആ വീഡിയോയ്ക്ക് താഴെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഏത് ഗാർഡനാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന്. ഇത് ഫ്ലവർ ഹൗസ് 1 എന്ന വീഡിയോയാണ്. അങ്ങനെ 4 വീഡിയോയും കൂടെ കണ്ടതിന് ശേഷം 5ാമത്തെ വീഡിയോയ്ക്ക് താഴെ ഏത് ഗാർഡനാണ് ഗിഫ്റ്റ് നൽകേണ്ടത് എന്ന് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഈ വീഡിയോയുടേതായിട്ടുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു മാർക്ക് ഇടുന്ന രീതിയിലുള്ള കമൻറ്റ് 5ാമത്തെ വീഡിയോയ്ക്ക് താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയിക്കുകയാണ്. 5 ഗാർഡനുകളിൽ ഏത് ഗാർഡന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പേർ കമൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കി ആ ഒരു ഗാർഡന് മാത്രമേ 5 അഡീനിയം പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് നൽകുന്നുള്ളൂ. ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് പലരും പല ഐഡിയാസിലാണ് പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലരും പല പോട്ടി മിശ്രിതം ഉപയോഗിക്കുന്നു, പല ഫെർട്ടിലൈസറാണ് പലരും ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ ഐഡിയാസൊക്കെ പലർക്കും അറിവ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടും കൂടെയാണ് ഇതുപോലെ വീഡിയോകൾ ചെയ്യുന്നത്. ഇനി ഫ്ലവർ ഹൗസ് സീസൺ 3യിലെ ഫ്ലവർ ഹൗസ് 1 എന്ന ഈ വീഡിയോയിലെ ഗാർഡനെ കുറിച്ച് പറയാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ കരുളായി എന്ന സ്ഥലത്ത് ഹുസൈൻ, ഷാഹിന എന്നിവരുടെ വീട്ടിലെ ഗാർഡനാണ് കാണുന്നത്. ഷാഹിനയിത്ത ഈ ചാനലിലെ സബ്സ്ക്രൈബറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സുകൾ നേരിട്ട് വന്ന് മേടിച്ചു പോവാറുണ്ട്. ഷാഹിനയിത്തയെ ഈ ചാനലിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇത്ത സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പറയൂ, പേരെന്ന് പറയൂ, അതുപോലെ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തൂ. പേര് ഷാഹിന, മലപ്പുറം ജില്ലയിൽ കരുളായി സ്ഥലം അല്ലേ? അപ്പോൾ ഈ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടോ? ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതൽ, അതോ പണ്ട് മുതലേ ക്രേസ് ഉണ്ടോ? ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് അധികമായത് അല്ലേ? ഓൺലൈൻ വഴി മേടിക്കുന്നതാണല്ലേ? പുതിയത് ഇപ്പോൾ അടുത്ത് വന്ന് പാക്കറ്റും കൂടെ പൊട്ടിച്ചിട്ടില്ലല്ലോ. നമുക്ക് ഈ പഴയ ബോഗൻവില്ലാസ് എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ? 50 വെറൈറ്റീസാണ്. ഈ ന്യൂ വെറൈറ്റി നമുക്ക് എത്ര കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ? 50 വെറൈറ്റീസൊക്കെ പുതിയതും ഉണ്ട് അല്ലേ? മൊത്തം 100 വെറൈറ്റീസൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓൺലൈൻ വഴി മേടിക്കുന്നതല്ലേ? ഓൺലൈൻ വഴി മേടിക്കുമ്പോൾ അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോകുന്നുണ്ടോ? 90% പിടിച്ച് കിട്ടുന്നുണ്ട് അല്ലേ? ഒരു 10% പോകുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എത്ര രൂപയൊക്കെ വരുന്നുണ്ട് ഓരോ പ്ലാന്റിനും? ഒന്ന് തുറന്ന് പറയൂ. 500 രൂപയിൽ താഴെയാണ്. ഏറ്റവും ചെറുത് എത്രയാണ്? ഏറ്റവും ചുരുങ്ങിയ വില 150 ഉണ്ട്. ഏറ്റവും വലിയ പ്ലാന്റ് ഏതാ? ഏറ്റവും റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് എത്ര രൂപയുടെ മേടിച്ചത്? ഇത് അടർന്ന. ഇത് എത്ര രൂപയുണ്ട്? അടർന്നയ്ക്ക് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 450 രൂപ ഉണ്ടല്ലേ അടർന്ന? അതുപോലെ വേറെ ഏത് പറഞ്ഞു? മഹാറാണിക്ക് എത്ര രൂപ കൊടുത്തു? 550 രൂപ ഉണ്ട് അല്ലേ? വേറെ ഏതൊക്കെയാണ് വെറൈറ്റീസ് ഒന്ന് പറയൂ. വെറൈറ്റി ബ്രീസ റെഡിന് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 450 രൂപയ്ക്ക് മേടിച്ചു അല്ലേ ബ്രീസ റെഡ്? യെസ്. അർജുന അതിന് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 500 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ന്യൂ വെറൈറ്റി ആണല്ലേ? ഇതിപ്പോൾ കുറച്ച് പുതിയത് വന്നിട്ടുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് ഇതൊക്കെ ഓരോന്ന് മേടിച്ചത്? ഒന്ന് റേറ്റ് എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ്. ഇത് 250. 250. അതോ? ഇത് 450. അതിൻ്റെയൊക്കെ പേരും കൂടെ ഒന്ന് പറയൂ. ഇത് ഗോൾഡൻ സൺഷൈന്. ഇത് ചില്ലി ഓറഞ്ച്. ചില്ലി ഓറഞ്ചിന് എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 250. 250. അതോ അപ്പുറത്തേത് ചെറുത്? ഇത് ചില്ലി ഐസ്ക്രീം. ചില്ലി ഐസ്ക്രീമിന് എത്ര രൂപയായിരുന്നു? 250 അല്ലേ? അത്യാവശ്യം നല്ല റേറ്റിനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വലുതാക്കി എടുക്കണം അല്ലേ? ഇത് 50 വെറൈറ്റീസോളം പുതിയതുണ്ട്, പഴയതൊരു 50 വെറൈറ്റി ഉണ്ട് അല്ലേ? ക്യാമറയ്ക്ക് മുൻപിൽ വരാനും സംസാരിക്കാനും ഒരുപാട് മടി കാണിച്ചെങ്കിലും ഇത്രയൊക്കെ സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്.
പല സെല്ലേഴ്സിൻ്റെ അടുത്തു നിന്നായിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ ഷാഹിന ഇത്ത കളക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ വെറൈറ്റീസ് ബോഗൻവില്ല പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റാണ് മാർക്കറ്റിൽ എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് പ്രൊപ്പഗേഷനിലൂടെയൊക്കെ വികസിപ്പിച്ചെടുത്ത് സുലഭമാവുന്ന സമയത്താണ് അതിനൊക്കെ റേറ്റ് കുറയുന്നത്. എന്നാൽ ഒരു പ്ലാന്റ്സ് ലവർ എന്ന് പറയുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലും ആ ഓരോ വെറൈറ്റി ഇറങ്ങുന്ന സമയത്തും അത് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം എന്നുള്ള ചിന്താഗതിയായിരിക്കും. അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു മേഡമാണ് ഷാഹിനീത്ത. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. നിലവിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഷാഹിനയിത്തയുടെ ഗാർഡനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഷാഹിനയിത്തക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്.